ഇവിടെ നിന്ന് ഇറങ്ങിയാലോ? രാഹുലില്ലേ? രാഹുൽ ഇപ്പോൾ അവിടെ ആണോ താമസം? എവിടെ താമസം? കളരിയമ്പലം എവിടെ? കളരിയമ്പലം അതെവിടെ? അവിടെ കാണത്തില്ലേ? പിന്നെ ഇവിടെ കാണും? വണ്ടി പോയി കാണും. അവൻ്റെ പെണ്ണ് എവിടെ ജോലി ചെയ്യുന്നത്? ഓപ്പോടെ. പൈസ തരാറുണ്ട്. പൈസ മേടിച്ചിട്ട് ഒത്തിരി നാളായി രാഹുൽ. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ചരട് കെട്ടാനും ജാതി ഉത്സവം നടത്താനും ഇതിനൊക്കെ പൈസ ഉണ്ട്. എൻ്റെ പൈസ വരെ തന്നില്ല. ഇത് കണക്ക് ഷിബിൻ തിരക്കി വന്ന് സംസാരിച്ചിട്ട് പോയെന്ന് പറയണം. അപ്പോൾ അന്ന് 5 രൂപ മേടിച്ചതാ. 5000 രൂപ മേടിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷമായിട്ട് 5000 രൂപ കൊണ്ട് തന്നിട്ട് മാസവരി ഇല്ല, മുതലിൽ കുറയ്ക്കണം, മാസവരി പിന്നെ തരാമെന്ന് പറയുന്നു. ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് പറഞ്ഞാൽ മതി കേട്ടാ. എന്നിട്ട് ജാതി ഉത്സവം കൈ ചരടും അമ്പലത്തിലൊക്കെ പോകാമെന്ന് പറയണം. തരാനുള്ള പൈസ തരാൻ പറയണം. നമ്മൾ കണ്ട അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാതെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്തുവാ മനസ്സിലായേ? അല്ലെ അതണക്ക് ലഹരിക്കും കൊടുക്കാതെ അതണക്ക് കുടുംബം വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പം മറ്റുള്ളവർ എൻ്റെ പൈസയ്ക്ക് കുടുംബം ഉണ്ടാക്കേണ്ട കാര്യം എന്തോ? അത് പറഞ്ഞുതരാം. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അവനൊക്കെ. പൈസയ്ക്ക് ഇരന്നങ്ങ് വീട്ടിൽ വരും. എന്തുവാ? വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അവൻ്റെ പെണ്ണവിടെ ജോലി ചെയ്യുന്നത്? ഇതല്ലേ കൊള്ളാം. ഇപ്പോൾ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ജാതിക്കാരടുത്തോ മതക്കാരടുത്തോ ചെന്നാൽ പോരെ. നമ്മുടെ അടുത്തോട്ട് വരേണ്ട കാര്യം വല്ലതും ഉണ്ട്? നമ്മളൊക്കെ ഇതിനൊക്കെ എതിരാ. അന്നേരം നമ്മളതിന് പൈസ മേടിച്ച് തിന്നേണ്ട ശരിയുള്ള കാര്യമാണ്. എന്നിട്ട് ഇവനൊക്കെ കൊണ്ട് അമ്പലം മൊത്തം നിരങ്ങി കിടക്കല. എത്ര അമ്പലം എന്ന് പറഞ്ഞാൽ 5000 രൂപ മേടിച്ച 1 വർഷം മുമ്പ്. 1 വർഷമല്ല, ഇപ്പോൾ എത്ര വർഷമായെന്നറിയോ? അവ അന്ന് ഓണത്തിന് തരാമെന്ന് പറഞ്ഞിട്ട് ഓണം കൊണ്ടുവന്നു. ഓണത്തിന് കയ്യിരുന്ന പൈസ മറിഞ്ഞു പോയിരുന്നു. അതിപ്പോൾ അവനിപ്പോൾ ഓണം അതും ഇതും കൊള്ളണ്ട എൻ്റെ അടുത്ത് പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒന്ന് പറഞ്ഞേക്കാം. ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറയാം. വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല. ഊമ്പിക്കൽ പരിപാടിയാണെന്ന് ചോദിക്കും. ലക്ഷം വീട്ടിൽ പോയിട്ട് അപ്പുവാ